യഹോസ്കേൽ അധ്യായം 3. അവൻ എന്നോട്, മനുഷ്യപുത്രാ, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ വായ് തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട്, മനുഷ്യപുത്രാ, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്രാ, നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. അവ്യക്തവാക്കും കനത്ത നാവുമുള്ള ജാതിയുടെ അടുക്കലല്ല, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ അത്രയും നിന്നെ അയക്കുന്നത്. അവ്യക്തവാക്കും കനത്ത നാവുമുള്ളവരെ, നിനക്ക് വാക്ക് ഗ്രഹിച്ചുകൂടാത്ത അനേകം ജാതികളുടെ അടുക്കലെ അല്ല അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു. ഇസ്രായേൽ ഗൃഹമോ നിന്റെ വാക്ക് കേൾക്കുകയില്ല. എൻ്റെ വാക്ക് കേൾപ്പാൻ അവർക്ക് മനസ്സില്ലല്ലോ. ഇസ്രായേൽ ഗൃഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിന ഹൃദയവുമുള്ളവരത്രേ. എന്നാൽ ഞാൻ നിന്റെ മുഖം അവരുടെ മുഖത്തിന് നേരെ കഠിനവും നിന്റെ നെറ്റി അവരുടെ നെറ്റിക്ക് നേരെ കടുപ്പവുമാക്കിയിരിക്കുന്നു. ഞാൻ നിന്റെ നെറ്റി തീക്കലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കുന്നു. അവർ മത്സരഗ്രഹമെങ്കിലും നീ അവരെ പേടിക്കരുത്, അവർ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത്. അവൻ പിന്നെയും എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്രാ, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെ ഈ ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക. നീ നിന്റെ ജനത്തിൻ്റെ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ ചെന്ന് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുക. അപ്പോൾ ആത്മാവിനെ എടുത്ത് യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. ജീവികളുടെ ചെറുത് തമ്മിൽ തട്ടുന്ന ഒച്ചയും അവയുടെ അരികെയുള്ള ചക്രങ്ങളുടെ ഇരച്ചിലും വലിയ മുഴക്കമുള്ള ഒരു ശബ്ദവും ഞാൻ കേട്ടു. ആത്മാവിനെ എടുത്തുകൊണ്ടുപോയി. ഞാൻ വസനത്തോടും മനസ്സിൻ്റെ ഉഷ്ണത്തോടും കൂടെ പോയി. യഹോവയുടെ കൈ ശക്തിയോടെ എൻ്റെ മേലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കെബാർ നദീ തീർത്ത് പാർത്ത തേൽ ആബീബിലെ പ്രവാസികളുടെ അടുക്കൽ അവർ പാർത്തടുത്ത് തന്നെ എത്തി. അവർ മധ്യ 7 ദിവസം സ്തംഭിച്ചുകൊണ്ട് പാർത്തു. 7 ദിവസം കഴിഞ്ഞ് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്രാ, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കൂ എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ, ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ടും ഒന്ന് പറയുകയോ ചെയ്യാൻ ദുഷ്ടൻ തൻ്റെ അർത്ഥത്തിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടിരുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അർത്ഥത്തിൽ മരിക്കും. നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. അഥവാ നീതിമാൻ തൻ്റെ നീതി വിട്ടുമാറി നീതിയോട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ഇടർച്ച വെക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർപ്പിക്കായകൊണ്ട് അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. അവൻ ചെയ്ത നീതി അവന് കടക്കിടുകയുമില്ല. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീതിമാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നീ നീതിമാനെ ഓർപ്പിച്ചിട്ട് അവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ പ്രബോധനം കൈക്കൊണ്ടിരിക്കാൻ അവൻ ജീവിക്കും. നീ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. യഹോവയുടെ കൈ അവിടെ പിന്നെയും എൻ്റെ മേൽ വന്നു. അവൻ എന്നോട്, നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോകാം. അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോയി. ഞാൻ കെബാർ നദീ തീരത്ത് കണ്ട മഹത്വം പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ട് ഞാൻ കവിണ്ണു വീണു. അപ്പോൾ ആത്മാവ് എന്നിൽ വന്നു എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. എന്നോട് സംസാരിച്ചു, നീ ചെന്ന് നിന്റെ വീട്ടിനകത്ത് കതകടച്ച് പാർക്കാം. എന്നാൽ മനുഷ്യപുത്രാ, നിനക്ക് അവരുടെ ഇടയിൽ പെരുമാറുവാൻ കഴിയാതെ വണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും. നീ ഊമനായി അവർക്ക് ശാസകനാകാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നാവിനെ നിന്റെ അണ്ണാക്കോട് പറ്റുമാറാക്കും. അവർ മത്സരഗ്രഹമല്ലോ. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായ് തുറക്കും. നീ അവരോട് യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാത്തവൻ കേൾക്കാതിരിക്കട്ടെ. അവർ മത്സരഗ്രഹമല്ലോ.